ഇത് എൻ്റെ പാകമായ കരിയില കമ്പോസ്റ്റായത്. ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ കൃഷി ചെയ്യുന്നവരാണല്ലോ. അപ്പം ഈ കൃഷി ചെയ്യുന്നവർ ആദ്യം നല്ല ആവേശത്തിലും കൃഷി ചെയ്യൂ. പിന്നെയാണ് ഇതിന് നമ്മൾ വിചാരിക്കുന്നത് പോലെ പൂവിടുന്നില്ല, കായ് പിടിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത് എന്താ കാരണം എന്നുള്ളത്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇതിൽ വളത്തിൻ്റെ കുറവുണ്ട് എന്നുള്ളത്. പിന്നെ നമ്മൾ വളം അന്വേഷിക്കും. കുറേ പേര് ചാണകം പൈസ കൊടുത്ത് വാങ്ങും. പൈസ കൊടുത്ത് വാങ്ങാൻ കഴിവില്ലാത്തവർക്കുള്ള ഒരു വളമാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ വരെ കാണാനും അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ വേണ്ടത് നല്ലൊരു ചാക്ക. വലിയ ചാക്കാണെങ്കിൽ അത്രയും നമുക്ക് സാധനം ഇട്ട് നിറക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് വേണ്ടത് നല്ലൊരു പ്ലാസ്റ്റിക് ചാക്ക്. ഇത് കുറേ പേര് ചോദിക്കുന്നുണ്ട്, ദ്രവിച്ചു പോയില്ലെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് അത്രയല്ല വേണ്ടു. നമ്മൾ വളം ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ഈ ചാക്കിലേക്ക് ഫസ്റ്റിൽ നമ്മൾ കുറച്ച് മണ്ണ് ഇടുക. കുറച്ച് മണ്ണ് ഫസ്റ്റിൽ ഇടണം. മണ്ണ് കുറച്ച് ബക്കറ്റിൽ കൊണ്ടുപോയി വെച്ചാലും മതി കേട്ടോ. നമ്മൾ ഒരു സൈഡിൽ, വീടിന്റെ സൈഡിലൂടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഫസ്റ്റ് തന്നെ കുറച്ച് മണ്ണ് ഇടുക. പിന്നെ അതിലേക്ക് നമ്മൾ അടിച്ചു വാരുന്ന കരിയിലൊക്കെ ഇടുക. ഈ കരിയില കുറെ പേർക്ക് ഒരു ശല്യമായി മാറിയിട്ടുണ്ട്. ആ കരിയിലെല്ലാം നമ്മൾ ഈ ചാക്കിലേക്ക് അങ്ങ് ഇട്ടില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ സൈഡൊക്കെ അടിച്ചു വാരിയത്. എൻ്റെ മുറ്റത്ത് ഇങ്ങനെ കരിയിലുണ്ടാവൂല. ഞാൻ തോട്ടമൊക്കെ അടിച്ചു വാരി റോഡ് സൈഡത്തായത്. ഇപ്പൊ കിട്ടുന്ന കരിയിലെല്ലാം ഈ ചാക്കിലേക്ക് എടുത്തു വെക്കുക. അടിയിൽ നമ്മൾ കുറച്ച് മണ്ണിട്ടുന്നുണ്ട്. ഇത് ഫുള്ളങ്ങണ്ട കുറേ കരിയിലുണ്ട്. നിറച്ചുകൊണ്ട് അപ്പൊ അടിയിൽ മണ്ണിട്ട് പിന്നെ നമ്മൾ കുറച്ച് കരിയില്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളെ അടുക്കളയിലുള്ള വേസ്റ്റുകളില്ലേ, എല്ലാ പച്ചക്കറി മുറിച്ചിട്ടത്, പഴത്തോട്, കപ്പത്തോട് എല്ലാം ഉണ്ടാവില്ലേ, മുട്ടത്തോട്, അങ്ങനെ എല്ലാ വേസ്റ്റുകളും നമ്മളിങ്ങനെ ഒരു ബക്കറ്റിൽ കടലാക്കി വെക്കുക. അന്നേരം ഒന്നും നമ്മൾ കളയില്ലല്ലോ. പിന്നെ അത് നമ്മളിങ്ങനെ ഒരു ചാക്കിൽ തന്നെ. പിന്നെ ചക്കന്റെ വേസ്റ്റ്, ഇതിൽ ചക്കന്റെ വേസ്റ്റ് വരെ ഉണ്ട്. അടുക്കള വേസ്റ്റ് കുറേ ഉണ്ടാവും. അടുക്കള വേസ്റ്റ് ഇട്ടാനുള്ള ഗുണം എന്താണെന്നറിയോ? ഇതിന്റെ ക്രമത്തിൽ തന്നെ ഇട്ടോളന്നൊന്നും ഇല്ല കേട്ടോ. അടിയിൽ കുറച്ച് മണ്ണിടണം. പിന്നെ എല്ലാം അങ്ങോട്ട് നിറക്കുക തന്നെ. ഇപ്പൊ അടുക്കള വേസ്റ്റ് ഉണ്ടായ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഇതിൽ ആ വേസ്റ്റിൽ കുറെ വിത്തുകൾ ഉണ്ടാവും. ആ വിത്തൊക്കെ പിന്നെ മുളക്കും. ഒക്കെ നല്ല തൈ കിട്ടും. നമുക്ക് അടുക്കള വേസ്റ്റ് ഇങ്ങനെ പാനായി കിട്ടും. നമുക്ക് അവസാനം നല്ലൊരു വളം കിട്ടും. അപ്പൊ ഇത് ഓരോ ദിവസത്തിന്റെ ഞാൻ കാണിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ ഇനി അടുത്തത് നമുക്ക് രാവിലെ അടുപ്പൊക്കെ വൃത്തിയാക്കാൻ വെണ്ണീരുണ്ടാവുമല്ലോ, ചാരം. ആ ചാരം ഇതിലേക്ക് ഇല്ല. ആ ചാരം ഇടുന്നൊക്കെ അവസാനം വളമായി എല്ലാം ഒരു ഭാഗത്തങ്ങ് അടങ്ങിക്കോളും. പിന്നെ ആണെങ്കിൽ എല്ലാം കൂടെ മിക്സാക്കി എല്ലാം ഫുള്ള് കിട്ടുന്നില്ല. എല്ലാം ഒന്ന് ലെവൽ ചെയ്യട്ടെ. എല്ലാം ഒന്ന് ലെവൽ ചെയ്തു. പാത്രം ലെവലിൽ നിൽക്കാനാണ്. ഇനി ഇതിന്റെ മേലെ കുറച്ച് മണ്ണിടുക. ഈ മണ്ണില് 2 തരം ജീവികളുണ്ട്. ഉപദ്രവകാരിയ ജീവികളുണ്ട്, മണ്ണിനെ വളമാക്കി മാറ്റുന്ന ജീവികളുണ്ട്, സൂക്ഷ്മ ജീവികൾ. അപ്പൊ ഇടയ്ക്കൊരു മണ്ണിട്ട് കൊടുത്താൽ ഇതെല്ലാം നല്ല വളമായി മാറ്റും. പിന്നെ നമ്മൾ അടുക്കള വേസ്റ്റൊക്കെ അതിലിടുമ്പോ ഈച്ച ഒരു ചോണയൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കൂല, അതൊക്കെ അങ്ങാട്ടുന്നു ഒരു ഇത്തിരി മണ്ണിട്ടാണ്. പിന്നെ നമുക്ക് വേറെ ഉപകാരമുണ്ട്. അടുക്കള വേസ്റ്റ് ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞാൽ തോട്ടം വൃത്തിയാണ്. അപ്പം അതും ഇതിലേക്ക് മാറിക്കിട്ടും. എല്ലാം ഇതിലേക്ക് അങ്ങ് അടങ്ങിയാൽ കുറച്ച് മണ്ണിട്ട് അതൊക്കെ അങ്ങാമതി. ഇനി അതിന്റെ മേലെ നമ്മളെ വീട്ടിൽ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ. ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റാ. ആ കഞ്ഞിവെള്ളം അതിൽ ചാണകവെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒന്നും നല്ലതായിരുന്നു. ചാണകം ഇല്ലാത്തവർക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അതിങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇതിലുള്ളതെല്ലാം പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അങ്ങനെ നമ്മള് ചാണകം അല്ല കഞ്ഞിവെള്ളം. ഇപ്പൊ കഞ്ഞിവെള്ളവും അടുക്കള വേസ്റ്റും മുറ്റടിച്ചു വാരിയതും എല്ലാം ഒരു സ്ഥലത്തും ആവും. ലാസ്റ്റ് നല്ലൊരു വളവും.
ഇത് ഞാൻ മുറ്റടിച്ചു വാരിയത് എന്റെ പൂക്കളൊക്കെയാ. പൂക്കൾ വേസ്റ്റുകളൊക്കെ നിറയും. ഓരോ ദിവസവും ഓരോ മുറം കിട്ടും. അത് ചെടികളൊക്കെ വെട്ടി നിന്ന് കുറച്ച് ഒതുക്കിയിരുന്നു മുറ്റം. അത് ഇടുന്ന ഇതില് അതൊക്കെ പൂക്കളും ചെടികളുമാണ്. ഒക്കെ അതിലിട്ട് നടാൻ അവരിഷ്ടം പോലെ ചെടികളുണ്ട്. എല്ലാം നമുക്ക് ഇതിലേക്കാ കിട്ടാലേ വളയിക്കോളും. ഇടുമ്പൊക്കെ ഒന്ന് ലെവൽ ചെയ്താല് ആ മട്ടത്തിൽ നിൽക്കും. അല്ലെ ഒരു ഭാഗം ചെരിഞ്ഞോണ്ടൊക്കെ ആയിരിക്കും. ഇല്ലൊന്ന് ലെവൽ ചെയ്യ. ഇതെന്താന്ന് പറഞ്ഞത് ചീര പറിച്ച് വെള്ളത്തിൽ കുത്തിയച്ചീര. അപ്പൊ ഇതൊന്നും ഇനി വേണ്ട. ഒക്കെ ഇനി നമ്മ വളയിക്കോട്ടെ. ഓരോന്ന് പിടിപ്പിച്ചിട്ടേ ചീര പറിക്കുമ്പോ വേറെ ഉപ്പേരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ചീര മൂലയില് അല്ലേ നമുക്ക് വളമായി കിട്ടിയോളൂ. ഇടുമ്പോ തന്നെ ഒന്ന് ലെവൽ ചെയ്താലേ ചാക്കൊരു ഭാഗത്തേക്ക് ചെല്ലില്ല. ഇന്നത്തെ ഇടലെല്ലാം കഴിഞ്ഞു. ഇന്ന് രാവിലെ തൊട്ടുള്ളതെല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് മണ്ണ് ഇങ്ങനെ പടഞ്ഞിട്ടാണ്. അങ്ങനെ ദിവസേന നമ്മൾ ഇതിൽ കൊണ്ടുപോയി നിറയ്ക്കുക. അങ്ങനെ നിറച്ച് കഴിഞ്ഞ് ഇത് ഫുള്ളായി നിറയുമ്പോൾ നമ്മൾ ഇത് കെട്ടിവെച്ച് ഒരു 2 മാസം കഴിയുമ്പോണ്ടല്ലോ ഇത് അടിപൊളി വളമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് നല്ല അടിപൊളി വളം കിട്ടും. ഇത് കോരിക്കൊണ്ടുപോയി ചട്ടിയിലിട്ടങ്ങ് നട്ടാൽ എങ്ങനെ കായ്ക്കുന്നറിയാം. അടിപൊളിയായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണം. എല്ലാം നമ്മളെ വീട്ടിലുള്ള വേസ്റ്റുകളാണല്ലോ. അപ്പൊ പരിസരം വൃത്തിയാവും. എലി പെരുച്ചാഴി കൊതുക് ഈച്ച അങ്ങനത്തെ ഒന്നും ഇനി ഭയപ്പെടേണ്ട. ഇതിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ കെട്ടി വെച്ചാൽ അങ്ങനെ ദിവസം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നറുക്കത് ഫുള്ള് മുട്ടത്തോട് എല്ലാം പോകും. പ്ലാസ്റ്റിക്കും കുപ്പിച്ചിനും പറ്റില്ല. ബാക്കി എല്ലാം പോകും. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ മൂടി അങ്ങ് വെച്ചാൽ മതി. പിന്നെ മണം ഉണ്ടാവില്ല. മണം അല്ലെങ്കിലും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്താൽ നമുക്ക് കൃഷിക്കാർക്ക് നല്ല അടിപൊളി വളം ഉണ്ടാവും. വീടും പരിസരവും വൃത്തിയാവും. ഇനി ഞാൻ എൻ്റെ പഴയ ഇതുപോലെ ഉണ്ടാക്കിയ കമ്പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. 2 മാസം കഴിഞ്ഞ് ഞാൻ തുറന്നു നോക്കി. അപ്പൊ ഞാൻ കാണിച്ചു തരാം അതിന്റെ അവസ്ഥ എങ്ങനെയാന്നുള്ളത്. ഇതാണ് എൻ്റെ 2 മാസമായി കഴിഞ്ഞ വളം. ഇതിൽ നിറയെ വളം. നമ്മൾ തുറന്നു നോക്കാം അതിന്റെ അവസ്ഥ എന്താന്നുള്ളത്. ഇതാ നല്ല അടിപൊളി കറുപ്പ് കളറുള്ള വളമായി മാറിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് ഇട്ട് നമ്മൾ കൃഷി ചെയ്താലുണ്ടല്ലോ ഉഷാറായിട്ടുണ്ടാവും. നമ്മൾ നോക്കി നിൽക്കുക വളരും. ഇതൊരു അത്ഭുത വള. ഇതിലൊന്നും ഒരു പൈസയും കൊടുക്കണ്ട. ഒക്കെ നമ്മളെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം, നമ്മളെ വീട്ടിലുള്ള അടുക്കള വേസ്റ്റ്, നമ്മളെ മുറ്റത്തുള്ള ചപ്പിച്ചവറുകൾ, മരത്തിൻ്റെ ഒക്കെ തോട്ടമൊക്കെ അടിച്ചു വാരിയത് എല്ലാം കൊണ്ടുപോയിട്ട് ഇത് അങ്ങോട്ട് മസാലകൾ മൊത്തം അങ്ങോട്ട് നിറക്കുക. കുറച്ച് മണ്ണിട്ട് കൊടുക്കുക ഇടയ്ക്ക് ഇങ്ങനെ. അപ്പം ഇതിൻ്റെ അടുത്തൊരു ബക്കറ്റിൽ മണ്ണുണ്ടായാൽ മതി. മണ്ണും തേടി നടക്കിയൊന്നും വേണ്ട. അപ്പം ഇതിൽ ഇങ്ങനെ ഇട്ട് നിറച്ച് കെട്ടി അങ്ങ് വെച്ചാൽ മതി. കണ്ടില്ലേ എൻ്റെ ഒരു ചാക്ക് വളം. അപ്പോൾ വളം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? അപ്പം എല്ലാവരും ഇതേപോലെ വളമൊക്കെ ഉണ്ടാക്കി കൃഷി ചെയ്യാൻ നോക്കുക. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.